ഗൈസ് വെറും 10,000 രൂപയുടെ ഈ ഒരു ഫോണിലെ ഫ്യൂച്ചറായിട്ട് നിങ്ങൾ ഉറപ്പായി നെട്ടും. കാരണം ഈ ഒരു പ്രൈസിനുള്ള മറ്റൊരു ഫോൺ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സൊന്നും തരുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇത് തന്നിട്ടുള്ളത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള നല്ല അടിപൊളി ക്യാമറയാണ്. അതിൽ ഇതേപോലെ തന്നെ നല്ല ഷേക്കും കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ഏറ്റിച്ച കാര്യം ഇതൊന്നല്ല. ഈ ഒരു 10,000 രൂപയുടെ ഫോണാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റൊരു ഫോണിൽ നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് സാധിക്കില്ല. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ തന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ഫോണുകളിലെ പോലെ 5 മെഗാ പിക്സലും 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ല സെൽഫീസ് അത് വെച്ച് എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതൊരു 5G ഫോണാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു പഴയ 4G ഫോണാണെന്ന് തെറ്റിയിരിക്കേണ്ട. ഈ ഒരു പ്രൈസിൽ ഏറ്റവും സ്പീഡുള്ള 5G ഫോണെന്ന് അവർ ടച്ചാർക്ക് ഈ ഒരു ഫോണാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അത് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് വെച്ചോ. പിന്നെ ഈ ഒരു ഫോൺ ഏതാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ അത് ഉറപ്പായി ഒന്ന് കമൻറ്റ് ചെയ്യുക.